ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ട് ഷെർസയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണത്? ബിരിയാണി കഴിക്കാൻ. അതെ, നമ്മുടെ തലശ്ശേരിക്കാരി ഇന്ന് ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് കാണാം. തളർന്നു ഗൈസ്. നമ്മൾ കുറച്ച് നേരമായിട്ട് ഇവിടെ പോസ്റ്റാണ്, അതായത് ടാക്സിക്ക് വെയിറ്റ് ചെയ്തിട്ട് കുറച്ചധികം നേരമായി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേ ഫൈനലി ഒരു ടാക്സി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതേ നമ്മളെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാണ്. അങ്ങനെ ഇതേ നമ്മൾ റമീസാറിൻ്റെ എൻ്റെ ഫ്രണ്ട് അവളുടെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ്. 6 മണി 6:30 എത്താൻ പറഞ്ഞത് അടുത്ത സമയത്ത് 7:30 മണി. പിന്നെ ഒബ്വിയസ്ലി ഈ കുരിപ്പുകാരനാണ് ലേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ രണ്ടാളെ പോസ്റ്റാക്കി. എന്തായാലും പോയോക്കാം. ഹായ് ഗൈസ്, ഹായ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി, കുഴപ്പമുണ്ടോ? ഇതാണ് അപ്പം ഞങ്ങൾ പറഞ്ഞ റമീസ. ഇവളുടെ റൂമിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും ബാക്കി കലാപരിപാടികൾ അത്ത് കയറട്ടെ ആദ്യം. അപ്പം എന്താണ് നമ്മുടെ പരിപാടികൾ? എന്താ ഇയാൾ തലശ്ശേരിക്കാരിയാണ്. അപ്പൊ ഇതാണ് നമ്മളെ ടീംസ്. എല്ലാരും ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിന്നാണ്. എല്ലാവരും സ്ഥലങ്ങളൊന്ന് പരിചയപ്പെടുത്തു. തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം. നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഇവിടെ ബീഫ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബീഫിന്റെ ഒക്കെ ഒരു ചുമ്മാ. ഇവിടെ ഒരാൾ ഇതേ കിട്ടിനും പിടിച്ച് നിൽക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഒന്ന് തൊലിച്ചെടുക്കട്ടെ. ഒന്നും ചെയ്യാതിരുന്ന മോശമല്ലേ? ഞാൻ വെളുത്തുള്ളി അരിഞ്ഞാണോ പറയുന്നത്? ഇത്രയും നേരം ഇവിടെ പാവം ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും വെളുത്തുള്ളി പൊളിച്ചു. ഈ ഗൈസിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഒരു പണിയില്ല, കുട്ടി ഉണ്ട് വെറുതെ കുട്ടിനെ പിടിച്ചു. ചെറുതാണെങ്കിൽ ബീഫ് കഴിക്കിട്ടും തീരുന്നില്ല. റമീസ കുട്ടി കരയുന്നുണ്ടെന്ന് വെറുതെ പറഞ്ഞു നിൽക്കുക. അതെ അതെ അതെ. കരഞ്ഞുകൊണ്ട് ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. കഷ്ടപ്പാടുണ്ട് കുട്ടിക്ക്. എത്ര ഉള്ളി ഉണ്ട്? 10 ഉള്ളി ഉണ്ട്. ഇത് എവിടൊക്കെ വരെ നോക്കിക്കുന്നുണ്ട്. ഒരു പാവ ഒറ്റക്ക് ഇവിടെ ഇരുന്ന് ഉള്ളി കട്ട് ചെയ്യുമ്പോ ഈ 3 തന്നെ ഇവിടെ നോക്കി നിക്കുക. ഇതിന്റെ അടുത്ത് പച്ചമുളക് ഉണ്ട്. ഇവിടെ ഒരാള് സൽവാറൊക്കെ ഇട്ടിട്ട് വലിയ ഹൗസ് ഓർഡർ പോലെ ഇവിടെ ഞങ്ങളോട് അത് ചെയ്തിട്ട് കൽപ്പിക്കുകയാണ്. ഇവിടെ ഒരാള് കുട്ടി ഉണ്ട് പറഞ്ഞിട്ട് കൊറേ നേരമായിട്ട്. അതെ, ബാംബിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ്. നീ ആര് ഇൻഫ്ലുവൻസ്? നീ ആരടി ഈ പ്രൊമോഷൻ ചെയ്യാന്? ഞാൻ പല ഐറ്റക്കാരെയും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടാ ടോയ്സിനൊക്കെ പാമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ഉദ്ദേശിച്ചത് കവി? എന്താ ഉദ്ദേശിച്ചത് കവി? പ്ലീസ് എക്സ്പ്ലെയിൻ. കവി പ്ലീസ് എക്സ്പ്ലെയിൻ. ഓ, ബാംബി. യമ്മി യമ്മി സൂപ്പർ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഇവളാണ് തലശ്ശേരി സ്പെഷ്യലിസ്റ്റ് നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കി തരുന്നത്. അപ്പം ഞങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉള്ളി കട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പോതിന്ന് തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാളിതേ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പ്രഹസനം കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ കണ്ണെന്തെങ്ങനെ? ഇവിടെ എന്തോ ഓ മൈ ഗോഡ്, സ്കിൽ ലെവൽ വേറെ തന്നെ. ഇവിടെ ഒരാള് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പാവം. ഇവിടെ ഒരാള് കളിയാക്കാനായിട്ട് മാത്രം വാ തുറന്ന ആളെന്ത്. നമ്മുടെ മസ്രു കൊണ്ടുവന്ന പായസം വിളമ്പാനാണ് ഇവക്ക് ഇത്ര ഉത്സാഹം.
ഓളെ കാട്ടിക്കൂട്ടിലിട്ടോ ഓള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പോലെയാണ് ഇളക്കലൊക്കെ. അതെ പെണ്ണാണല്ലോ. പെണ്ണാണ്. കാലെങ്ങനെ ഉണ്ട് നോക്ക്, കാല് മുടി ഏതുവരെയുണ്ട്. ഏയ് കള്ളുടിക്കണ പോലെ പായസം കുടിക്കണേ രണ്ടും കൂടി. അങ്ങനെ ഇതേ ഞങ്ങൾ മസ്റൂൻ്റെ നല്ല കിട്ടിലൻ സേമിയ പായസം കുടിക്കുകയാണ്. ഈ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊന്നുമില്ല, അത് പെൻഡിങ്ങിലാണ്. അപ്പോൾ അതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ പായസമൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആണ് ഈ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരുപാട് തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞ് കഴിച്ചിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഞാൻ ആ തലശ്ശേരിക്കാരുണ്ടാക്കി തരുന്നൊരു ബിരിയാണി കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റിലാണ്. അതിനുള്ളൊരു അവസരം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ ഇനി ബാക്കി കുക്കിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷെഫ് എന്താണ് ഈ തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേകത എന്താണ്? എന്നാലും ഞാൻ കുറെ കേട്ടിട്ട് അത് ഞങ്ങൾ യോജിക്കൂല അല്ലേ? എന്താ അഭിപ്രായം? പറയൂ. ആ ഷെഫെ കുക്കിംഗ് ഒക്കെ എവിടെ വരെ എത്തി? തലശ്ശേരി ബിരിയാണിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തലശ്ശേരി എന്ന് പറഞ്ഞാൽ തന്നെ മുഞ്ചത്തികളുടെ ഒരു നാടാണ്. എന്നിട്ട് ഇയാൾ അത്ര മൊഞ്ച് അപ്പൊ ആ മുഞ്ച് പോലെ തന്നെ തലശ്ശേരി ബിരിയാണിക്കും കൊണ്ട് ഒരു മൊഞ്ച്, ആ ഒരു മഹിമ. അത് നമ്മളിന്ന് കഴിച്ചിട്ട് പറയാല്ലേ എങ്ങനെയാണ് മൊഞ്ച് എന്നൊക്കെ. നമ്മുടെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിച്ചണൊക്കെ ആകെ അലമ്പായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ റമീസ് ക്ലീൻ ചെയ്യും, കാരണം അവള് കുക്കിങ്ങിലൊന്നും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ മൂന്നാളായിരുന്നു മെയിൻ ആയിട്ട് കുക്കിങ്ങിൽ. ഞാന് ജിൻഷിത, ഷെർജ, ഞങ്ങള് മൂന്നാളായിരുന്നു. നമ്മുടെ ഷെറഫ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു മെയിൻ ആയിട്ട്. അപ്പൊ റമീസയും മസ്റും കൂടി കിച്ചൺ ക്ലീൻ ചെയ്യുന്നതാണ്, ഞങ്ങൾ കുട്ടികളെ നോക്കുന്നതാണ്. അപ്പൊ ഏകദേശം നമ്മുടെ തലശ്ശേരി ബിരിയാണി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദമ്മിടുന്ന സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അപ്പൊ കോമഡി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ദമ്മിടണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ സ്പൂണ് ചോറ് വെച്ചിട്ട് ദമ്മിടുന്ന പരിപാടിയിലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ദമ്മൊക്കെ ഇട്ട് അത് റെഡിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കാന്ന് വിചാരിച്ച് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കൂ. എല്ലാം കഴിഞ്ഞപ്പോ മാഡം ജി ചമ്മന്തി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കട്ടെന്നേ. ഞാൻ എന്തായാലും ചമ്മന്തി ആക്കൂല, അതുകൊണ്ട് കുഴപ്പമില്ല. ഐ ഡോണ്ട് ലൈക്ക് ചമ്മന്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് ഫൈനലി ഇതേ നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണി കഴിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും അതൊക്കെ കഴിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മളിതേ നമ്മളെ ഷെഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഫൈനലി ഇതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഏകദേശം നല്ല നട്ടപ്പാതിരായിട്ടുണ്ടായിരുന്നു അവിടുന്ന് പോകുമ്പം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.